കഴിഞ്ഞ 126 മണിക്കൂർ നേരമായി ഈ കാരാഗ്രഹം എന്ന് പറയാൻ പറ്റില്ലല്ലേ, താൽക്കാലിക ജയിലിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന് തന്നെ റെക്കോർഡ് ഭേദിച്ചുകൊണ്ട് തുടർച്ചയായി ഇതിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയായിരുന്നു. അത് വളരെ വിജയകരമായി എന്നുള്ളതാണ് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം കവിഞ്ഞ് ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിനും അപ്പുറം തങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ടു പോയി എന്ന് ഒരു കുറ്റബോധത്തോടുകൂടി വന്ന് കുറ്റസമ്മതം നടത്തി അതിൽ നിന്ന് ഞങ്ങൾ പിന്തിരിയുകയാണ് എന്ന് പ്രഖ്യാപിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത്. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ സതുദ്യമം വിജയിച്ചതായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. ഇനിയും നമുക്ക് യഥാർത്ഥ ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ഇത് ഇവിടെ അവസാനിക്കുന്നതല്ല. നമ്മുടെ സമൂഹം നിരന്തരമായി ഈ കലഹം ആവശ്യപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കലഹിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഈ സമൂഹത്തിന്റെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കർമ്മമായിട്ട് മാറുകയാണ്. ആ കർമ്മമണ്ഡലത്തിൽ എല്ലാ വിജയങ്ങളും കിടിലം ഫിറോസിന് നേർന്നുകൊണ്ട് ഇനിയും അദ്ദേഹത്തിന്റെ കർമ്മപഥത്തിൽ ഇത്തരം സാമൂഹ്യമായിട്ടുള്ള നന്മകൾക്ക് വേണ്ടി സമൂഹത്തിൽ അന്ധത മാറ്റി വെളിച്ചത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ആശിച്ച് എല്ലാ നന്മകളും നേർന്ന് ഈ സന്ദർഭത്തിന് എല്ലാ ആശംസകളും അർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിനീതമായിട്ട് നമസ്കാരം. ഈ ക്യാമ്പയിൻ വളരെ വിജയകരമായിരുന്നു, വളരെ ഫലപ്രദമായിരുന്നു. പ്രത്യേകിച്ചും യുവസമൂഹത്തെ വളരെയേറെ ആദർശിച്ചു കാണുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടം മനുഷ്യ സമൂഹത്തെ സ്നേഹിക്കുന്ന ഏവരും ചേർന്ന് ഒന്നായി നടത്തേണ്ട ഒരു പോരാട്ടമാണ്. ഇന്ത്യക്ക് മാതൃകയായിട്ടുള്ള കേരളം നിർഭാഗ്യവശാൽ ലഹരിയുടെ അധിനിവേശത്തിൽ പെട്ടുപോകുന്നു എന്നുള്ളത് നമ്മെല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന മദ്യനയം ഈ ലക്ഷ്യത്തെ വെച്ചുകൊണ്ടുള്ളതാണ്. ഇവിടെ നടക്കുന്ന ഈ കൈത്തിരി ഞാൻ ഇതിനെ അഭിനന്ദിക്കുകയാണ്. കിടിലം ഫിറോസ്, ഞാൻ താങ്കളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. വലിയൊരു ത്യാഗമാണ്. താങ്കളെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഈ കുട്ടികളൊക്കെ അവർ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമല്ല. ഈ സന്ദേശം വളരെ ശക്തമായി പ്രചരിക്കട്ടെ. അതിന്റെ ഫലമായി ഈ കൈത്തിരി വലിയൊരു അഗ്നിജ്വാലയായി പടർന്ന് ലഹരിക്കെതിരായ വലിയൊരു പോരാട്ടമാണ്. മദ്യം, മയക്കുമരുന്ന് എന്നുള്ളത് വ്യക്തിയെ നശിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, രാജ്യത്തിന് ദോഷകരമാണ് എന്നുള്ളത് മാത്രമല്ല, കുടുംബങ്ങളുടെ സ്വസ്ഥത, കുടുംബങ്ങളെ നശിപ്പിക്കുന്നു. അവർക്ക് ഈ മദ്യം ഉപയോഗിക്കാത്തതായിട്ടുള്ള വീട്ടിലുള്ള ആൾക്കാരും കുഞ്ഞുങ്ങളും അവർക്കെല്ലാം ഇത് വലിയൊരു പ്രശ്നമായി മാറുന്നു എന്ന ഒരു വശത്തിനു കൂടി ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ബഹുജന വികാരം, ബഹുജന ചിന്ത, ബഹുജന അഭിപ്രായം രൂപീകരിക്കാൻ വേണ്ടി പുതിയ ഒരു സമരമാർഗം സ്വീകരിച്ചത് വളരെ വിജയകരമായിരിക്കുന്നു. അതിനുവേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള ശ്രീ ഫിറോസിനെയും അതേമാതിരി തന്നെ അവരെ സഹായിക്കുന്നതായിട്ടുള്ള മറ്റു യുവാക്കളെയും എല്ലാവരെയും അനുമതിക്കുന്നു. വരുന്ന തലമുറ യുവാക്കൾക്ക് വേണ്ടി ഇതൊരു മോചന മാർഗമാവട്ടെ എന്നുള്ള ആശംസിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. നമസ്കാരം. 946 പേര് ഈ സമയത്തിനുള്ളിൽ മാറിക്കഴിഞ്ഞു. ഇനിയും ആൾക്കാർ ഇതിലും കൂടുതൽ മാറും, അത് ഉറപ്പാണ്. എനിക്ക് പറയാനുള്ള 2 കാര്യങ്ങളേ ഉള്ളൂ. മദ്യവും ലഹരിയുമുണ്ട്. നെവർ ടേക്ക് ദി ഫസ്റ്റ് പെഗ് ആൻഡ് നെവർ ടേക്ക് ദി ഫസ്റ്റ് പാർട്ട്. 2 പീസ്. 92.7 ബിഗ് എഫ്എം, വന്ദേ കേരളം ആൻഡ് കിടിലം ഫിറോസ് ജനങ്ങൾക്ക് ലഹരി വിമുക്തമായ കേരളത്തിന് ഒരു തുടക്കം കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ വക എല്ലാ ആശംസകളും നൽകുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനിയായ ശ്രീ PM സുധീരനാണ്. ഇത്രയും ദിവസവും നിരാഹാരമായിരുന്നു, വെള്ളം മാത്രമാണ് ഇടയ്ക്ക് മാത്രം കുടിച്ചുകൊണ്ടിരുന്നത്. ഫിറോസ് ചേട്ടൻ ആ ഒരു ഡിറ്റർമിനേഷൻ, അത്
മനസ്സിലായൊരു കാര്യം, ഇവിടെ ആരും ഫിറോസിനെയോ കിടിലൻ ഫിറോസിനെയോ 92.7 ബിഗ് എഫിനെയോ അപാരമായി ആരാധിക്കുകയോ സപ്പോർട്ട് ചെയ്തോ അല്ല. ഇഷ്ടമാണ്, ഞങ്ങളോടുള്ള ഇഷ്ടമാണ്. അതിലുപരി സമൂഹത്തിൽ ലഹരി എന്നത് ഓരോരുത്തരുടെയും വീടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെ അവരുടെ കൂട്ടുകാർക്ക് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടവർ വന്ന് അവരുടെ ഹൃദയം തുറന്ന് സപ്പോർട്ട് ചെയ്താണ് തല നമിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും മുമ്പിൽ നിങ്ങൾക്ക് പറയാനാണെങ്കിൽ ഇന്ന് രാത്രി വരെയുള്ള പേരുകളുണ്ട്. മീഡിയ പാർട്ണർ കൗമുദി ചാനലിനും പിന്നെ പ്രിയപ്പെട്ട ഓൺലൈൻ പാർട്ണറായ നമ്മുടെ Endacity.com-നും പ്രിയപ്പെട്ട ലൈവ് പാർട്ണർ M7News.com-നും ഒക്കെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ഇപ്പോ വന്ദേ കേരളം എന്ന് കഴിഞ്ഞ ഒരു 6 ദിവസം ശരിക്കും പറഞ്ഞാൽ 125 മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന്റെ ബഹളമാണ് ബാക്കിൽ കേൾക്കുന്നത്. ഡോൽ അവിടെ സൗണ്ട് കേൾക്കുന്നില്ല, അതാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ടു എല്ലാ ആൾക്കാരും. ഇതിപ്പോ നമ്മൾ ഏകദേശം ഒരു 1000-ഓളം 927 എന്ന നമ്പർ ആണെങ്കിലും 1000-ഓളം ആൾക്കാര് ലഹരി ഉപേക്ഷിച്ചു എന്ന് വന്ന് പ്രതിജ്ഞ എടുത്തു. അതിൽ പകുതിയോളം ആൾക്കാരെങ്കിലും അത് കീപ്പ് ചെയ്യും. അപ്പോൾ അതൊരു ബിഗ് നമ്പർ തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും കൂടുതൽ റീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്കൂൾ കോളേജുകളിലേക്ക് കുട്ടികളിലേക്ക് ഈ ഒരു അവയർനെസ് മെസ്സേജ് എത്തിക്കാൻ പറ്റി. സോ ദാറ്റ് ഈസ് എ ബിഗ് ടൈം വിക്ടറി. സോ ഇനിയും പറയുന്ന പോലെ എന്തൊക്കെയുണ്ട് ലഹരിക്കെതിരായിട്ട് പ്രശ്നമെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു M7 ടീം, നിങ്ങൾ ഇത് ലൈവായിട്ട് കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് ഒരിക്കൽ കൂടെ കൺഗ്രാറ്റുലേഷൻസ് ടു കിടിലൻ ഫിറോസ്. ആൻഡ് ഇനിയും 92.7 ബിഗ് FM ഇതുപോലത്തെ സമൂഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. താങ്ക് യു സോ മച്ച് ഗൈസ്.